അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരിപ്പോൾ പറയണ അന്നുള്ള പാവങ്ങളെ തുണി കുടിപ്പിച്ചെന്ന്. ഇന്ന് അവർ തുണി അഴിച്ചുകൊണ്ട് പോവുക. അതുപോലെ ഗുണ്ടകളെ ഇറക്കിയേക്കുന്നത് ഈ പിണ്ടായപ്പോൾ ഒരു പന്നകളും ഇറക്കിയിട്ടില്ല. അപ്പോൾ ഈ അരുവയും ചുറ്റിയും പുതിയതായിട്ട് ഇറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് മനുഷ്യരുടെ രക്തം കാണാൻ അതിൽ അരുവയിരിക്കണമുണ്ടോ. പിണ്ടായിനെ ഇറക്കി വിടും ഞങ്ങൾ. കാരണം ഇതുവരെയും പെൻഷൻ കിട്ടിയിട്ടില്ല. BJP എന്തിനു കുറ്റം പറയാൻ പറ. എനിക്ക് ആ സുരേഷ് ഗോപി പെൻഷൻ തന്നെ ഉണ്ട്. മധുവിനെ 2 കിലോ അരിക്കല്ല വന്നത്. അവിടെ കഞ്ചകൃഷിയുണ്ട് ഈ CPMകാർക്ക്. അതിൻ്റെ പാർട്ടി അല്ലാത്തവരെ കൊന്നുകളയും തെളിവില്ലാതെ. നമസ്കാരം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് മൺചട്ടിയുമായി അടിമാലി ടൗണിലിറങ്ങി ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിയെ നമ്മൾ ആരും മറന്നിട്ടില്ല. കേരളത്തിൽ പുതിയൊരു പ്രതിപക്ഷ നേതാവ് എത്തി എന്നായിരുന്നു ആ സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞത്. എന്തായാലും ഇന്ന് മറിയക്കുട്ടി അമ്മയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. നമസ്കാരം അമ്മേ. നമസ്കാരം. സുഖമാണോ? വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നതിന് ശേഷം ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം എങ്ങനെയാണ്? ഇപ്പം സുഖമായിട്ട് പോകുന്നു. എനിക്ക് വീട് പണിത് തരുന്നു BJP കോൺഗ്രസ്സുകാർ, KPCC എല്ലാവരും ഉണ്ട്. എത്ര മുറിയുള്ള വീടാ? 2 കിടപ്പുമുറി, ഒരാൾ, 2 ബാത്റൂം, ഒരു തിണ്ണ, ഒരു അടുക്കള. 2 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. വളരെ വേഗം നടക്കുന്നുണ്ടല്ലേ പണി? നടക്കുന്നുണ്ട്. അപ്പം എന്ത് പാലുകാച്ച് നടത്താന്നാ പറയുന്നത്? പാലുകാച്ച് നടത്താൻ നമുക്ക് ദിവസം പറയാൻ പറ്റിയല്ല. അപ്പോൾ ഇത് ഈ ആഴ്ച തട്ടടി വാർക്കുന്നതാണ് സൈഡ്. പിന്നെ അടുത്ത ആഴ്ചയിലാണോ വാർക്കുന്നതെന്ന് അറിയത്തില്ല. അടുത്ത ആഴ്ച തന്നെ അതിലും വാർക്കും. പണി വേഗം നടക്കുന്നുണ്ട്. വളരെ വലിയ കാര്യമല്ലേ? വലിയ കാര്യമാണ്. രാഷ്ട്രീയമായ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. കുഴപ്പമില്ലല്ലോ. ഇലക്ഷൻ വരികയാണല്ലോ. അതെ. എന്താണ് പ്രതീക്ഷകൾ? ഈ പിണ്ടായിനെ ഇറക്കി വിടും ഞങ്ങൾ. കാരണം ഇതുവരെയും പെൻഷൻ കിട്ടിയിട്ടില്ല. പെൻഷൻ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. എനിക്കെന്നല്ല, ആർക്കും. രോഗികൾ ധാരാളം കിടപ്പുണ്ട്. ആശുപത്രിയിൽ പോയാൽ അവിടെയും മരുന്നില്ല. പിന്നെ റേഷൻ ആണെങ്കിൽ എനിക്ക് 4 കിലോ അരിയേ ഉള്ളൂ. പിന്നെ ജനങ്ങളുടെ സഹായം കൊണ്ടൊക്കെ കഴിഞ്ഞു പോകണം. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഈ ഗുണ്ടകൾ ജനങ്ങളെ ഇപ്പം ഈ രമണറെ ഈ കരിങ്കൊടി കാണിക്കണതിൻ്റെ ഉദ്ദേശം എന്നാ? ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോ പേരും CPM അവർ ഈ കൊടിയും കൊണ്ട് കാണിക്കണ്ട. അത് ഈ കണ്ണൂരിൽ നിന്ന് വരുത്തിയേക്കണ ഗുണ്ടകളാണ്. DYPക്കാർ അവർ ഇങ്ങനെ കൊടി കാണിക്കുന്നുണ്ട്. ഈ കൊടി കാണിക്കേണ്ട ആരെയാണെന്നറിയോ? പിണ്ടായിനെയാണ് കാണിക്കേണ്ടത്. ഈ രമണറെന്ന് പറഞ്ഞാൽ അവർ തോന്നിവാസം എഴുതി വച്ചിട്ടുണ്ട്. അവരുടെ സ്വന്തക്കൾ മക്കൾ അവർക്ക് ഒക്കെ ജോലി കിട്ടാൻ. അത് രമണർക്ക് സൗകര്യമില്ല കൊടുക്കാൻ. അതുകൊണ്ടാണ് കരിങ്കൊടി കാണിക്കണേ. അത് ജമ്മത്ത് രമണർ കൊടുക്കരുന്ന ഞാൻ പറഞ്ഞേക്കണേ. ഞങ്ങളെല്ലാവരും ഉണ്ട് രമണറുടെ ഭാഗത്ത്. ഒത്തിരി ജനമുണ്ട്. കണ്ടുകൊണ്ടിരിക്കുക ഇതല്ല. കാരണം ഇവരുടെ അവസാനമാണ് ഞങ്ങൾ കണക്കിലെടുത്തേക്കണേ. അവസാനം പിണ്ടായിയുടെ അവകാശം. ഈ പിണ്ടായി തന്നെ വിമാനം പറപ്പിച്ചു. ഒരു ദിവസം മണിക്കൂർ പറക്കണേ 10 ലക്ഷം രൂപ. ആ വിനോദയാത്ര പോയി. എത്ര കോടികളായി. അപ്പോൾ ഞാൻ ചോദിക്കണേ, ഈ കേന്ദ്രത്തിൻ്റെ ആണോ ആ പിണ്ടായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശാണോ ആ വിമാനം പറഞ്ഞത്? അതൊന്ന് പറയണം. അതിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അത് തന്നെയല്ല, ആ വിനോദയാത്ര പോയി ചികിത്സയ്ക്ക് പോയി. എല്ലാ രാജ്യവും, ഇംഗ്ലണ്ട്, അമേരിക്ക എന്ന് വേണ്ട അറബി രാജ്യം നടന്നു. അത് എത്ര പേരാ ഉള്ള നേതാക്കന്മാർ? ആ കസേര തന്നെ എല്ലാ മന്ത്രിമാരും ഉണ്ടാകും. നേതാക്കന്മാർ, MLA, കുടുംബക്കാർ. അപ്പോൾ ഒരു 15 കോടിയെങ്കിലും അതിന് ചിലവുണ്ട്. അതിലൊരു 2 കോടി ഉണ്ടെങ്കിൽ ആ ജനങ്ങൾ നിലനിർത്താൻ പാടില്ലായിരുന്നു. അത് തന്നെയല്ല, ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് 1500 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഓഹരി എടുത്താലും കുറച്ചെങ്കിലും കൊടുക്കാൻ പാടില്ലേ? അതേ ഇവർക്ക് വിമാനത്തെ കറങ്ങി നടക്കാനാണോ? അതേ ഇവർ അമേരിക്ക, ലണ്ടനൊക്കെ കറങ്ങാനാണോ ഈ കേന്ദ്രം കൊടുക്കണേന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ഈ പെൻഷൻ എന്നിട്ടും തരുന്നില്ല, ആർക്കും കൊടുത്തില്ല. ഇപ്പോൾ 7 മാസമായിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞു. അത് ഇഷ്ടം പോലെ. അത് തന്നെയാണ് ഗുണ്ടകൾക്ക് കൊടുക്കണില്ലേ? ഓരോരുത്തർക്ക് കാറ് മേടിച്ചില്ല, ഓരോരുത്തർക്ക് അല്ലേ? ആ ചുക്കി കേസ് നടത്തിയവന് 30 ലക്ഷത്തിൻ്റെ അല്ലേ മേടിച്ചേ. അങ്ങനെ അവർ ആളാം വീതം കാറ് മേടിച്ചില്ല. ഇപ്പോൾ അവർക്ക് 3-4 കാറുണ്ടല്ലോ. പിന്നെ ഇതിൽ ഓടിയ ബസ്സുണ്ടല്ലോ. അത് ഇപ്പം കളറ് മാറാൻ കൊടുത്തേക്കുക. തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ അരി വരുമെന്നാണ് പറഞ്ഞേക്കണം. ഇവിടെ ആരും കൃഷി ചെയ്യണ്ടെന്ന് പറഞ്ഞു. കൃഷിക്കാർ ഇവിടെ ഒന്നും ചെയ്യണ്ട.
കൃഷിക്കാർ ഞങ്ങളെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് അരി വരുത്തും. എന്നിട്ട് ഇതുവരെയും വന്ന് കണ്ടില്ല. മാവേലി സ്റ്റോറിലില്ല, റേഷൻ കടയിലില്ല, ഇതൊന്നുമില്ല. എന്നിട്ട് ഇവരിപ്പോൾ വോട്ട് ചോദിക്കേണ്ടത് BJPനെ കുറ്റം പറയുന്നുണ്ട്, കോൺഗ്രസ്സിനെ കുറ്റം പറയും. BJPനെ എന്തിനു കുറ്റം പറയാൻ പറ. എനിക്ക് ആ സുരേഷ് ഗോപി പെൻഷൻ തന്നെ ഉണ്ട്, മാസം തന്നെ 1600 രൂപ. ഈ കഴിഞ്ഞ മാസം കിട്ടിയിരുന്നു? എല്ലാ മാസം കിട്ടുന്നുണ്ട്. അത് ഞാൻ ദൈവത്തെ പോലെ കണക്കാക്കും. അവർ പറയണത് പകൽ കോൺഗ്രസ്, രാത്രി. അപ്പോൾ രാത്രി കിടന്നുറക്കുന്ന പരിപാടി അത് അവരുടെ ജോലിയാണ്, എൻ്റെ ജോലിയല്ല. രാത്രി നമ്മൾ കിടന്നുറക്കില്ലേ. അപ്പോൾ അവർ പറയണ പകൽ കോൺഗ്രസ്, രാത്രി BJP. ഞാൻ രാവും പകലും BJPയുടെ പുറവും. അത് എൻ്റെ സൗകര്യത്തിൽപ്പെട്ടതാണ്. ഞാൻ അവിടെ ഇറങ്ങാൻ നേരത്തെ ഫസ്റ്റിൽ ഇറങ്ങാൻ നേരത്തെ പറഞ്ഞു എനിക്ക് RSS വേണം, BJP വേണം, കോൺഗ്രസ് വേണം, പിന്നെ മുസ്ലിം ലീഗ് വേണം. പിണറായിയുടെ കൂടെ ഞാൻ പോവുകയല്ല. ഫസ്റ്റ് പറഞ്ഞേക്കണ കാര്യം. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭീഷണി വല്ലതും ഉണ്ടായിരുന്നു? ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഭീഷണി ഉണ്ടെങ്കിലും ഞാൻ വകവച്ചില്ല. അപ്പോൾ എന്നെ ഹൈക്കോടതി ചോദിച്ചായിരുന്നു എനിക്ക് സെക്യൂരിറ്റി വേണമെന്ന്. ഇത് വേണ്ടെന്ന്, എനിക്ക് വേണ്ട. അപ്പോൾ എനിക്ക് നല്ലവരായ കുറേ ജനങ്ങളുണ്ട്. ഈ ഗുണ്ടകൾ കുറവാണ് ഇവിടെ, അവരുടെ ഗുണ്ടകൾ ഇവിടെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ പാലായിൽ നിന്ന് ഒരുത്തനെ ഇവിടെ ഉണ്ട്. അവിടെ എന്തോ കണ്ണില്ലാത്തവരോ കാലില്ലാത്തവരോ ആരാണ്ടൊക്കെ ഉണ്ട്. അവിടെ ഒരു പരിപാടി നടത്തണം, ഒരു മീറ്റിംഗ്. എന്നെ ഈ ഗുണ്ടകൾ പറഞ്ഞു വിട്ടേക്കണ. അവൻ എവിടെയുള്ള ഊരേതാണെന്ന് അറിയാൻ പാടില്ല. അവൻ പറഞ്ഞ പാലക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി ഇന്നലെ വന്നു, കഴിഞ്ഞ ആഴ്ച വന്നു. കഴിഞ്ഞ മാസത്തിൽ വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ പേര് ചോദിച്ചു, സെക്രട്ടറിയുടെ ചോദിച്ചു, മെമ്പറിൻ്റെ ചോദിച്ചു. ഇതൊന്നും അവൻ പറയല. അങ്ങനെ പറഞ്ഞു ഒന്നിച്ചെന്ന് ഫോട്ടോ എടുത്ത് പോകാനാണ് വന്നത്. നടന്നില്ല. നടക്കാനിട്ട് ഇപ്പം പോയിച്ച് നോട്ടീസ് ഇറക്കി എൻ്റെ പേരിൽ. വായ്മനസ് അറിയുന്നില്ലേ. അപ്പോൾ ഇവരുടെ കൊണ്ടല്ലേ രഹസ്യമായിട്ട് വന്നത്. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പോലീസുകാരനെ ഈ പിണറായിയുടെ ഗുണ്ടകൾ എന്നാ CPMകാർ അടിച്ച് കർണക്കുറ്റി പോയിച്ചു, കുറ്റി പൊട്ടിച്ചു കോട്ടയം. അത് കവുന്ന് കിടക്കണേയും കണ്ടു. അതുപോലെ നമ്മുടെ ചെറുതോണ്ട് ഈ വർഗീസ് പ്രസിഡന്റ് സെക്രട്ടറി വർഗീസ് SAയുടെ കോളിന് പിടിച്ച് ചീറ്റിടും. അപ്പോൾ ഈ ചീട്ടുകളിക്കാരുണ്ട്, അത് ഞാൻ കണ്ടു TV-യിൽ 8-10 പേരുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് വന്നപ്പോഴത്തേനും 5-6 പേര് കുറച്ച് വാരിക്കൊണ്ട് ഓടി. ഒരു 3-4 പേരെ കിട്ടി. അത് സ്റ്റേഷനിൽ ചെന്നപ്പോഴും വർഗീസ് കുറേ വന്നു. ഇവരുടെ സെക്രട്ടറി കമ്മീഷണർ CPM ചെന്നുവെച്ചാൽ ഈ കോളിന് പിടിച്ച് ഞാൻ ശിക്ഷിച്ചുകൊണ്ട് നടക്കും. അപ്പം നമുക്ക് ഈ ഭരണമാണോ നല്ലത്, ഈ കൊണ്ടയുടെ ഭരണമാണോ അല്ല, പോലീസുകാർക്ക് വരെ ജീവിക്കാൻ പറ്റാത്തൊരു. അമ്മയ്ക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? അന്നോർത്ത് വെച്ച് കാണാമെന്ന് ഓർത്താണ് നടക്കുന്നത്. ഇതുപോലെ അടിക്കുമല്ലോ ചെയ്യൂ? അടിക്കട്ടെ. അങ്ങനെയാണ് നമ്പർ എത്ര പേരെ അടിച്ചാലാ? അടിക്കട്ടെ, അടിക്കാനും ഉള്ള പറയും ഞാൻ. അടിച്ചോട്ടെ, അടിക്കാനാ പറയണേ. അടിക്കണം, എന്നെങ്കിലും നാട് നന്നാവുള്ളൂ. അങ്ങനെ കാര്യം പറഞ്ഞവരെ അടിച്ചടിച്ച് വരട്ടെ. അപ്പോൾ ഇവർക്ക് നിർത്താൻ പറ്റൂല്ലോ. നിർത്താൻ പറ്റുമോ? കൂടി വരുള്ളൂ. അതിനാ ഞാൻ പറയണേ. ഇപ്പം BJP ആണെങ്കിൽ എന്നെ കൈയൊഴിയൊന്നുമില്ല. അമ്മ BJPയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ അന്ന് തൃശ്ശൂരിലെ പരിപാടിക്ക് പോയപ്പം പ്രധാനമന്ത്രിയെ കണ്ടില്ലേ? എന്താണ് ആ ഒരു അനുഭവം? BJP ജയിക്കണമെന്ന് പറഞ്ഞ എൻ്റെ ഉദ്ദേശം ഉണ്ടല്ലോ, അതിൻ്റെ നാവ് വെച്ചേ ഞാൻ സുരേഷ് ഗോപി ജയിക്കണമെന്ന് പറഞ്ഞു. അത് നല്ല, ഞാൻ ദൈവത്തെ പോലെ മാനിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്നും ഇന്നലെ അല്ല, ഭരണം നോക്കിയല്ല, പാർട്ടി നോക്കിയല്ല, നല്ലൊരു മനുഷ്യനാണ്. ദൈവത്തെ പോലെ കണക്കാക്കും. ഫോട്ടോ വെച്ച് പൂജിക്കാൻ അത്ര ഇഷ്ടമുള്ള ആളാണ്. കാരണം അയാൾ അങ്ങാര് പാർട്ടി നോക്കുന്നില്ല, രാഷ്ട്രീയം നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. നിങ്ങൾ എൻ്റെ പാർട്ടി വരാമെന്ന് ചോദിക്കുന്നില്ല. ആ കല്യാണത്തിന് പോയി, നല്ല അതിശയമായ കല്യാണമാണ് ഞാൻ കൂടിയത്. അത്രയും നല്ല ആൾക്കാരുടെ കൂടെ കൂടിയത് അത്ഭുതം എനിക്ക്. സുരേഷ് ഗോപിയുടെ അതുപോലെ റവണർ ഒക്കെ ഇടപെട്ടു. റവണൻ്റെ എന്നെ കെട്ടിപ്പിടിച്ച് കൈ തന്നു, ഞാൻ കൈ പിടിച്ചു. ഇതുപോലൊരു കാര്യം കിട്ടിയത് സ്വർഗത്തിൽ അധികം സന്തോഷമെന്ന് ബൈബിളിൽ പറയും. ആ സന്തോഷം എനിക്ക് കിട്ടി. സ്വർഗം ഭൂമിയിലാണ്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്നാണ് പ്രാർത്ഥിക്കണേ. അപ്പോൾ ആ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വന്നു. ആ ഒരു സൗഭാഗ്യമല്ലേ അത് എനിക്ക് കിട്ടി. അതുപോലെ അവിടെ ചെന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കണമെന്ന് പറഞ്ഞാൽ BJP ജയിക്കണമെന്ന്. ഇപ്പം എന്ന് ഒന്നും വരാനൊന്നുമില്ല. അതിനെ പറഞ്ഞു ഓർത്തത്. കൈ തന്നു, എന്നോട് സുഖമാണോന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞ ഭാഷ എനിക്ക് തിരിയില്ല, ഹിന്ദിയല്ലേ. അപ്പം അവർ എഴുതിയെടുത്തു. അപ്പം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ ആ മധുവിനെ കൊന്നു. അത് പറയണ്ട, അത് പുറത്തു തന്നെ. മധുവിനെ 2 കിലോ അരിക്കല്ല വന്നത്. അവിടെ കഞ്ചാവ് കൃഷിയുണ്ട് ഈ CPMകാർക്ക്, നല്ല കഞ്ചാവ് കൃഷി. അതിൽ ഫോറസ്റ്റുകാരും ഉണ്ട് കൃഷി. അവർക്ക് ഒരു ഓഹരിയുണ്ട്. അപ്പോൾ അവർ ഈ മധു അവിടെ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്, പുറത്ത് അറിയും. അതുകൊണ്ട് കാട്ടിറച്ചി കൊണ്ടുവന്ന് ഇവന്മാർക്ക് എന്തെല്ലാം ഫോറസ്റ്റുകാരും കൂടി. അപ്പോൾ ഇതിലൊരു വീതം ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനില്ലേ, അതിന് കാശ് വയ്ക്കുമോ. അപ്പോൾ ഇതിലൊരു ഓഹരി കഞ്ചാവിൽ കിട്ടും. അതുപോലെ സുഖമായിട്ട് ഇറച്ചി തിന്നാം.
അപ്പോൾ ഈ അതിലൊരുത്തൻ CPM അറിഞ്ഞു ഈ അരി കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കടയിൽ നിന്ന് 2 കിലോ അരി കൊണ്ട് വെച്ചിട്ട് പിടിക്കാൻ പാടില്ലേ? അല്ല 2 കിലോ അരിക്ക് ലോകത്തിൽ ആരെങ്കിലും കൊല്ലാറുണ്ടോ? നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയല്ലേ? 2 ഇനി 15 കിലോ അരി കൊണ്ടായാലും നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഇപ്പോൾ 15 കിലോ കൊണ്ട് അവൻ്റെ ജീവിതം കഴിയുമോ? ഇവർ വാർപ്പ് സഹിതം സ്വർണ്ണം കൊണ്ടുപോകുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇവരെ കഴുത്ത് തുടക്കി വരിഞ്ഞ് കെട്ടി കടലിൽ കൊണ്ട് കളയണല്ലേ പിണ്ടായിനെ അല്ലേ? മധുവിനെ അല്ല ചെയ്യേണ്ടത്. ആ കൊച്ചിനെ തന്നെ വന്നു. ആ കൊച്ചിനെ കൊന്നിട്ട് അന്ന് പോലും കയറിയൊന്നുമില്ല. പിറ്റേ ദിവസം തേച്ച് മാച്ച് പോകാൻ. എന്നിട്ട് ഈ വാതിൽ തുറന്ന് കുറ്റിയിട്ടേക്കും. അവൻ കുറ്റിയിട്ടേച്ചാ ജല്ലകട ചാടിപ്പോയി. ഈ പോലീസുകാരി എന്നും ഇവനോട് തുറക്കാൻ പറഞ്ഞു. തുറക്കണമെങ്കിൽ പുറത്തുനിന്ന് തുറക്കാവോ? ഇവൻ ആ ജല്ലകട കടന്ന് വാരോർ എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് കിടത്തിയത് പോലീസുകാരാണ് അപ്പുറത്തേക്ക്. ആ പോലീസ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയാണോ? വർഗീസ് അതിനെ പിന്നെ കളിച്ചത്. ഇപ്പോൾ വർഗീസ് പറഞ്ഞു 5 ലക്ഷം രൂപ ആ കൊച്ചിന് കൊടുക്കാമെന്ന്. അവന് 10 ലക്ഷം രൂപ ഞാൻ പിരിവിട്ട് കൊടുക്കാം. കൊച്ചിനെ അവിടെ കൊടുക്കാവോ? അതിൽ നമുക്ക് ആവശ്യം ഒരു കൊച്ചിനോ ഒരു മനുഷ്യനോ 5 ലക്ഷം രൂപ വിലയുള്ളോ? ആരും കണ്ടില്ലെങ്കിൽ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരുപാട് കാര്യങ്ങൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ദിവസവും നടക്കുന്ന വാർത്തകൾ എങ്ങനെയാണ് ഇത്? എല്ലാ ദിവസവും വാർത്ത കാണുന്നുണ്ടോ? അല്ല ഞാൻ ഈ ഭൂമിയിൽ എനിച്ചാ. അപ്പോൾ എൻ്റെ കാരണന്മാരുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു പാർട്ടിയേ ഇല്ല. അപ്പോൾ ഈ അരുവയും ചുറ്റിയും പുതിയതായിട്ട് ഇറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് മനുഷ്യരുടെ രക്തം കാണാൻ. അതിൽ അരുവ ഇരിക്കണമുണ്ടോ? അത് രക്തം കണ്ട് അവർ അടങ്ങുന്നു. അത് നേരല്ലേ? അത് വാസ്തവല്ലേ? ഇപ്പോൾ അവർ അരുവ എടുത്തിറങ്ങിയില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കണത് ആ റവണറുടെ അടുത്ത് ഇങ്ങനെ കരിങ്കുടി കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്ന സമയത്ത് അവരുടെ വടിവാളുണ്ട്. അവരുടെ കയ്യിൽ വടിവാളുണ്ട്. അവരുടെ കടാരിയുണ്ട്. സകല സാധനമുണ്ട്. ആ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേർ അവിടെ ജാഥ ചെയ്തു. അവരെ കഴുത്ത് ചവിട്ടി ധരിച്ചു, ഓടിച്ചു. അവരെന്തെല്ലാം ചെയ്തു. ആ സമയത്ത് റവണറെ ആ കരിങ്കൊടി പിടിച്ചിട്ട് ഇന്ന് വരെ ഒരെണ്ണത്തിൽ എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ അത് ആരാ ഇതിനെ ഇവരെ ഇറക്കിയാക്കണേ? പിണറായി. അപ്പോൾ അവനെ ഇവിടെ വെച്ച് വാഴിക്കാൻ കൊള്ളാവോ? ഈ പിണറായിനെ അവിടെ വെച്ച് വാഴിക്കാൻ കൊള്ളാവോ? അവനെ ആദ്യം മുക്കി കൊല്ലണം. അല്ല എങ്കിൽ ഇനി BJP ജയിക്കുകയല്ല കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഇവൻ കടന്നു പോകും. അവനെ കടലിൻ്റെ അവിടെ വരെ കാവൽ വേണം. അവനെ വിടാൻ പാടില്ല, ഒരു രാജ്യത്തും വിടാൻ പാടില്ല. അവനെ നിർത്തിക്കൊണ്ട് മധുവിനെ ചെയ്ത പോലെ അവനെ ചെയ്യണം. അതാണ് അതിൻ്റെ ശരി. ഇപ്പം ജീവിതം എങ്ങനെയാണ്? ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ടോ? ഭക്ഷണമൊക്കെ കിട്ടേണ്ടത്. ഭക്ഷണം കുറവാണ്. ഭക്ഷണം കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ്. രാവിലെ പോകും, ഒരു 8-9 മണിയാകുമ്പോൾ കടയിൽ ഒരു ഉഴുന്നാടി ഒരു ചായയും കുടിക്കും. അതുകൊണ്ട് ഈ സമയം വരെ നടന്നു. ഇപ്പം മകൾ ഇച്ച ചോറുണ്ട്, അത് ശകലം കഴിച്ചു. ഇനി രാത്രി ചായ. ചോറുണ്ടായിരുന്നു. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ വന്ന് സംസാരിക്കുമോ? മാന എല്ലായിടത്തും ഉണ്ട്. ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്താ അവരൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയും. അത് കാരണം ഇങ്ങനെയൊക്കെയാണ് കാരണം. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇറങ്ങാൻ പറയുന്നുണ്ട്. അങ്ങനെ താല്പര്യമുണ്ടോ? അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ പോകണ ഇഷ്ടം. എത്ര വയസ്സായി? എനിക്ക് 87. ഈ 87 വയസ്സിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിപ്പോൾ വയസ്സിൻ്റെ എല്ലാ കാര്യം അത് ദൈവമല്ലേ ഇതിൻ്റെയൊക്കെ ആൾ. വയസ്സിൻ്റെ അർത്ഥമില്ല. അതെന്നാ അർത്ഥം? നെഹ്റുവിൻ്റെ കാലത്തും പാച്ചതാനൻ തന്നെ ഒരു 2 കൊല്ലം പിന്നെ നല്ലോണം പറയാറുണ്ട്. അപ്പോൾ തീയതി ചോദിച്ചാൽ പാടില്ലാത്ത എപ്പോഴല്ല പറയാത്തത്. അയാളൊരു മന്ത്രി, ആ മന്ത്രി അല്ലെന്നല്ലേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം തുടങ്ങി കണ്ടു കേട്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ ഈ നെഹ്റുവിൻ്റെ കാലത്തൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. നെഹ്റുവിൻ്റെ കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ വരും, ഇന്ദിരാഗാന്ധി വരും, നെഹ്റു ഒക്കെ വണ്ടി മൂടിയില്ലാത്ത വണ്ടിക്ക് വരും. ഞങ്ങളുടെ നേരെ ഇങ്ങനെ ആയിക്കണം. അതിൻ്റെ പുറകെ പട്ടാളവും ഇല്ല, പോലീസോ ഒന്ന് കുറച്ച് പോലീസേ ഉള്ളൂ. അവരനങ്ങാൻ നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ നേരെ ഞങ്ങളിങ്ങനെ തൊഴുത് നല്ല നന്ദി വർത്താനാണ് പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ഗുണ്ടകളെ ഇറക്കി അയക്കണത് ഈ പിണ്ടായപ്പോൾ ഒരു പന്നകളും ഇറക്കിയിട്ടില്ല. വെറും പന്ന പിണ്ടായി ഇറക്കിയാക്കണത്. അപ്പോൾ ഞാൻ പറയട്ടെ, റവണറെ തൊട്ട് കഴിഞ്ഞാലുണ്ടോ പിണ്ടായിനെ ഇല്ലാതെയാക്കും. അല്ല നിങ്ങൾ നോക്കിയോ. വേറെ ആളുകൾ വന്നു. അവൻ്റെ അവസാനം പിണറായിയുടെ അവകാശം. അതല്ല, റവണർ അങ്ങനെ നടന്നോട്ടെ. അയാളുടെ എത്ര കോല് കളിച്ചാലും ഇത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ അവസാനം എന്നങ്ങ് ഓർത്താൽ മതി പിണറായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പെൺകൊച്ച് സ്കൂളിൽ സമരം ചെയ്തു. ആ കൊച്ചിൻ്റെ മുടിക്കുത്തനും വീഴ്ച ചവിട്ടി പിടിച്ച് ചോര വന്നില്ല പോലീസുകാർ. അതിൻ്റെ ഈ റവണറെ ഇവർ നടന്നിട്ട് പിടിക്കാത്ത അവർക്ക് ഒരു തുള്ളി ചോര വന്നോ? അവരെ തൊടണ്ടോ? അപ്പോൾ അത് ആരുടെ പിന്നെ ഒത്താശയിൽ അവർ നടക്കണേ? പോകും. അതല്ല, പോലീസിൻ്റെ തൊപ്പി പോകും. അത് തന്നെയാണ് പോലീസ് തൊടാത്ത. പിന്നെ അതിലും ഗുണ്ടകളുണ്ട് പോലീസ്. അവരുടെ പാർട്ടിയുടെ പോലീസുണ്ട്.
അവന്മാരായി ചവിട്ടി മറ്റേ കോൺഗ്രസിൻ്റെ മറ്റുള്ള പാർട്ടിക്കാർ പിടിച്ചും മാറ്റും ഒരേ അടി കൊണ്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. മറ്റത് കാട്ടിയത് CPM പോലീസ് അത് ഉണ്ടായിട്ട് ശരി കൊണ്ട പോലീസ് അത് നമ്മുടെ ഇവിടെ പിന്നെ ആലപ്പുഴ കുറ്റി കുഴിച്ചിട്ട് കല്ല് കുഴിച്ചിട്ട് ഒരു പെങ്കൊച്ചനെ കണ്ട കാലിൽ പിടിച്ച് വെച്ചോണ്ട് പറഞ്ഞു. അങ്ങനെ നിന്നപ്പോൾ ഒരു നേതാവിനെ വീണ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ മറ്റുള്ള പോലീസുകാരൻ്റെ ഇടക്കോടെ കാലിട്ട് ചവിട്ടി. അവൻ ആരാ കൊണ്ടായുടെ കൊണ്ടയായിരുന്നു പോലീസ് യൂണിഫോം ഇട്ട്. ആ പോലീസ് അത് കണ്ണൂരിൽ നിന്ന് വന്നേക്കണം യൂണിഫോം കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് യൂണിഫോം തേച്ച് കൊടുത്തേക്കുക. യൂണിഫോം ഉണ്ട്, വടിവാളുണ്ട്, തൊപ്പിയുണ്ട്, കൊണ്ടായുടെ കൊട്ടാരത്തിലുണ്ട്. ഇതല്ല അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഈ പോലീസിൻ്റെ ഇടയ്ക്ക് ഇറക്കുവാൻ പിണറായിയോട് ഭയങ്കര ദേഷ്യമാണല്ലോ. പിണറായി എന്നല്ല, ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം. ഓരോ വീട്ടിൽ കിടക്കണ അനുഭവം. അവർ മണ്ണ് തിന്നാൻ പറ്റുമോ? അവർക്ക് മരുന്ന് വേണ്ടേ? ഇപ്പം ഞാൻ ചോദിക്കണേ, ഒരു ഭരണക്കാരുടെയും കാലത്ത് അക്ഷയ പോകണ്ട പെൻഷൻ മേടിക്കാൻ. ഞാൻ ചോദിക്കണം, ഇങ്ങനെ വടി പോലെ കിടക്കുന്നവർ എങ്ങനെ പെൻഷൻ മേടിക്കാൻ പോകും? അല്ല, അക്ഷയ പോകും. അത് പറഞ്ഞേ. അപ്പം ഇത് ഇല്ലായ്മയാക്കാൻ വേണ്ടിയല്ലേ 1 ലക്ഷം പേർക്ക് പെൻഷൻ ഇല്ലെന്ന് വാർത്ത വന്നു. അതെന്തുകൊണ്ട്? എങ്ങനെ രോഗികളാണ് അവരിങ്ങനെ പോകുക? അക്ഷയയിൽ അത് 2ാം നിലയിൽ അവരെടുത്തോണ്ട് പോകാൻ ആരെങ്കിലും ഉണ്ടോ? അത് തന്നെയല്ല, നാട്ടുകാരെടുത്തോണ്ട് പോകുമോ? നാട്ടുകാർക്ക് എന്നാ സൂക്കേട്? അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ പിണറായി ഇത്രയും ചെയ്തപ്പോൾ അക്ഷയയിൽ പോകാതെ ഇവിടെ എഴുത്തുകാരുണ്ട്, പഞ്ചായത്തിൽ ആളില്ലേ, അവരെ വിട്ട് ഇതെടുത്തോളൂ. അതാണോ ഇത്ര വലിയ ദേഷ്യം അമ്മയ്ക്ക്? പിന്നെ എനിക്ക് അത് ദേഷ്യം വരികയല്ലേ. എനിക്ക് കിട്ടിയാലോ ഒരു ഓഹരി അങ്ങനെ കിടന്നൊരു വീട്ടിൽ ഞാൻ കൊണ്ടു കൊടുത്തു. കാരണം മകന് മാനസികരോഗം, തള്ള ചെറുപ്പ കാല് ഇത്രച്ചുണ്ട്, മുറ്റത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ കുഞ്ഞെടുക്കാൻ പാടില്ല. അതിലൊക്കെ അത്ര സുമാറില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ പറയാതിരിക്കണം. ഇങ്ങനെ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞാൽ ഒത്തിരി കോടികളാണ് പറഞ്ഞു. ആ കോടി ഞാൻ ചാക്കും കൊണ്ടാണോ വേണ്ടത് കോടി വരാൻ. ഇപ്പം നിങ്ങൾ തന്നെ വിളിച്ചു, ഞാൻ വന്നു. നിങ്ങൾ 1000, 500, 1000 രൂപ വന്നു. അതെനിക്ക് കോടിയായിട്ട് വെക്കാൻ പറ്റുമോ? അപ്പോൾ ഈ പിണറായി വാരി കൊടുക്കുമ്പോഴും ഒരു പാർട്ടിയും വാരി കൊടുക്കില്ല. കാരണം അവൻ പണിത കാശല്ല. അവൻ ഈത്തപ്പഴം ഇറക്കി, മറ്റ ഇറക്കി, കണ്ടവരെ കൊള്ളയടിച്ചും. അത് തന്നെയല്ല ഇവർ പറയേണ്ടത്. പണ്ടത്തെ കാലത്ത് ഇവർ ജയിച്ചപ്പോൾ ഞാൻ തുണി കൊടുത്തത് പാങ്ക് തുണി കൊടുപ്പിച്ചായിരുന്നു. എൻ്റെ പന്നെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കാലത്ത് ഇങ്ങനെ കമ്മീഷുകാരില്ല. അന്ന് ഈ കൈലിമുണ്ട് ഇറക്കി, സ്റ്റീൽ മോതിരം ഇറങ്ങിയാൽ ആ കൈലിമുണ്ട് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അന്നുള്ളവർ പറഞ്ഞത്. സ്റ്റീൽ മോതിരം ഇടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ നല്ല തുണി കൊടുത്താണായിരുന്നു. പിന്നെ ഇന്നത്തോലെ പണം കളിക്കാനില്ല. അന്ന് 1 തുലാം കുരുമുളക് കൊടുത്താൽ 100 രൂപയല്ലേ ഉള്ളൂ. അന്ന് പണിക്ക് പോയാൽ 100 ഉള്ളൂ. അന്നേരം സാധനം 2 എണ്ണം കൊടുത്താൽ 2 കിലോ അരി കിട്ടും. 1 ഏക്കറും കൊടുത്താൽ 2 തേങ്ങ കിട്ടും. അവിടെയല്ലേ പോക്ക്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 600 രൂപ കൊടുത്തോളൂ ഇവർ പറയണം. 30 കിലോ അരിയുണ്ട് എനിക്ക്. ആ 600 രൂപ കൊണ്ട് പോയാൽ എനിക്ക് സാധനങ്ങൾ 100-300 രൂപയുടെ സാധനം വെച്ചാൽ ബാക്കി വീട്ടിൽ കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ ഈ 1000 കൊണ്ട് പോയാൽ എന്തെങ്കിലും ഉണ്ടോ പറ? അന്ന് ഇത്ര വിലയുണ്ടോ സാധനത്തിന്? ഒരു തക്കാളി 1 കിലോ മേടിക്കേണ്ട രൂപ 100 കൊടുക്കണം. അന്ന് 100 രൂപ എൻ്റെ വീട്ടിലേക്ക് എല്ലാം മേടിക്കാം. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് എൻ്റെ അർത്ഥം വേണ്ട പ്രാന്തന്മാരോട് പറഞ്ഞ് കേൾപ്പിക്കാനേ പറ്റുള്ളൂ. വെളിവുള്ളവരോട് പറയാൻ പറ്റുമോ? അന്ന് ഇവരുടെ ഭരണം പിന്നെ ഉള്ള ആളാണ് ഞാൻ. ഇവരുടെ ഭരണം അന്നില്ല. ഞാനിതൊക്കെ കണ്ടുപിടിച്ച് അന്ന് പട്ടാളം ഇറങ്ങിയായിരുന്നു. ഇവർ മുളച്ച് വന്നപ്പോൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കൊയ്യാൻ പോവുക. ഞാൻ ഒരു വണ്ടി പൂച്ചപ്പട്ടാളമാണ് അന്ന്. പൂച്ചപ്പട്ടാളം വന്ന് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഇറക്കി. ഞങ്ങൾ എന്നൊക്കെ ഭയങ്കര പേടിയാണ് പട്ടാളത്തെ. വന്ന് നിർത്തി. ഓടാൻ പറ്റിയില്ല. അടുത്ത് വന്നാൽ ഓടാൻ പറ്റുമോ? അവിടെ നിന്ന് അവർ പറഞ്ഞ് കരിക്കിട്ട് കൊടുക്കാൻ ആണുങ്ങളോട് ചുറ്റിട്ട് നോക്കുക. അപ്പം അടുത്ത് നിൽക്കണവർ അവരെ പേടിച്ച് ചെയ്യാതിരിക്കാൻ പറ്റും. കരിക്ക് വെട്ടിക്കൊടുത്ത് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് ഇരിക്കാൻ ഇരുത്തി. ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ വാദം വന്ന് തളഞ്ഞു കിടപ്പുണ്ട്. അവൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവൻ കൊള്ളയടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിരുന്നു. അവനെ ചെന്ന് വാരി കുട്ടിയെടുത്താണ്ട് വണ്ടി വന്ന് ഒറ്റയേറി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയണേ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പറയണം അന്നുള്ള പാവങ്ങളെ തുണി കുടിപ്പിച്ചെന്ന്. ഇന്ന് അവർ തുണി അഴിച്ചുകൊണ്ട് പോവുക, കുടിപ്പിച്ചിട്ടില്ല, അഴിച്ചുകൊണ്ട് പോവുക. ഞാൻ ചോദിക്കണേ, 5 വയസ്സ് 6 വയസ്സായ കൊച്ചങ്ങളെ പീഡിപ്പിച്ച കൊല്ലുണ്ട്. അങ്ങനത്തെ കാലം കേട്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ കാലം കേട്ടിട്ടില്ല. എന്നാ പറഞ്ഞാലും BJPക്കാരും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ വാളയാർ കണ്ടത് ഇതെല്ലാം കണ്ടത് ഇവരാ. നമ്മുടെ ഈ അടിമാലിൽ ഭയങ്കര പാവങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്ന് തുടങ്ങി പള്ളിവാസിൽ തുടങ്ങിയുള്ള ആൾക്കാർ പണിക്ക് വരും. അത് വളറ നിങ്ങൾ വരുമ്പോൾ കാടില്ലേ അതിൻ്റെ ഇപ്പുറത്തേക്കുള്ള പാനിക്കൂട്ടി ഇപ്പുറത്ത് വെള്ളത്തിൻ്റെ ഇപ്പുറം ഇങ്ങനെയുള്ള ആൾക്കാർ ഈഷണി പണിയാൻ വന്നതാണ്. ഈ ഗുണ്ടകൾ ബക്കറ്റ് തിരിവ് നടത്തി. അവരെ കമ്പനിയിൽ ചെന്നു 10,000 രൂപ കൊടുത്താൽ അത് പോരാ, അവർക്ക് ലക്ഷങ്ങൾ വേണം. പിന്നെ ഇവർ ആ കൊടി കുത്തി അവരുടെ
കമ്പനിയുടെ അവിടെ പന്തലിട്ടു. പിന്നെ കുടിതാമസമായി. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തകർക്കാൻ പോയതാണ്. BJP ഇടപെട്ടു. പിന്നെ അവിടെ കളി നടന്നില്ല. അന്നേരം കമ്പനിയിലേക്ക് തിരിഞ്ഞു. അതുകൂടാതെ ഇവിടെ 3/4 ഏക്കറും പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു 10 ഏക്കറുള്ള ഒരു മുതലാളിയുണ്ട്. മുതലാളിയുടെ വീട് ഇവിടെയല്ല, പണിക്കാരാണ്. ഒരു കൊടിയെ കയറി ഒരു ദിവസം മുളക് പറിക്കുക. 8-10 വീട്ടുകാർ സുഖമായിട്ട് ജീവിക്കുക. നല്ല മനുഷ്യനാണ്. ഇവർ ഇതുപോലെ ബക്കറ്റ് കൊണ്ടുവന്നു. അയാൾ 10-500 കൊടുത്തു. അത് പോരാ അവർക്ക്. അങ്ങനെ വന്നപ്പോൾ അവിടെ ഇതുപോലെ പന്തലിട്ട് ആ കൊല്ലത്തെ മുളക് പറിപ്പിച്ചില്ല. ലാസ്റ്റ് അയാൾ വിറ്റേച്ച് പോവുകയായത്. അപ്പോൾ ഇവിടുത്തെ പാവങ്ങളുടെ കഞ്ഞുകൂടി ഒരു മുട്ടിച്ചാണ് ഞാൻ കാണുന്നത്. അത്ര വലിയ കമ്പനിയായിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ കമ്പനി? ഇപ്പോൾ അവർ ആശുപത്രി തുടങ്ങി, സ്കൂളുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകൾ ഇല്ലായ്മയൊക്കെ അല്ല ഗുണപ്പെടുപ്പിച്ച് അങ്ങോട്ട് ഒരു കൂലിപ്പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ സാധാരണ അന്നൊക്കെ 5 രൂപ ഇറക്കിയാണ് കൂലി. അതൊക്കെ പോയി പിന്നെ 50 ആയി. 50 പറയാൻ നിങ്ങൾ 100 ചോദിച്ചോണം. അന്നേരം 100 ഇല്ല. 100 ചോദിച്ചാൽ നമ്മളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് പുറകെ കൊടിയും കൊണ്ട് തന്നെ. അപ്പോൾ ഇവർ ജീവിക്കാൻ അനുവദിക്കുമോ? സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ട് പോയാൽ ഞങ്ങൾക്ക് ആർക്കും കാരണന്മാർക്ക് തുണിയും മേടിച്ച് തന്നിട്ടില്ല. പിന്നെ ഇവിടെ വടക്കേ അരേക്കറിൽ സ്ഥലം ഉണ്ടായിരുന്നു. ഒരു മാധു സാറ് പട്ടാളക്കാരനാണ്. അയാൾക്ക് പ്ലോട്ട് കിട്ടിയതാണ്. പട്ടാളക്കാർക്ക് 5 ഏക്കർ ഭൂമിയുണ്ട്. 5 പറഞ്ഞാൽ വളർന്നല്ലോ കൊടുക്കണേ, വനമല്ലേ, ഒരാവശ്യമുള്ള വളഞ്ഞെടുക്കുക. അങ്ങനെ എടുത്ത് അയാൾ ഒറ്റയ്ക്കാണ് ജീവിക്കണേ. അയാളോട് അടുത്തുള്ളവരെ കൃഷിക്ക് വെച്ചു. അയാൾ കൊടുക്കും. ഞാനും ചെയ്താൽ എൻ്റെ അമ്മയൊക്കെ ഉള്ള കാലത്ത് ഞങ്ങളും ചെയ്തു. വിരിപ്പെന്ന് പറഞ്ഞാൽ പറമ്പിലൊക്കെ വിതയ്ക്കണ കാലമാണ്. അങ്ങനെ വിതച്ച് വാടകയ്ക്കരയെന്ന് പറയും. 16 ഏക്കറിൽ അവർ കൃഷി ചെയ്തു. ചേട്ടനനിയന്മാർ ആദ്യം ഒരു വാരം കൊടുത്തു. പിന്നെ കൊടുക്കുകയല്ല. അപ്പോൾ ഇവിടെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. ഒന്ന് പിന്നെ തുറ്റ വർഗീസ്, ഒന്ന് പന്തങ്ങാക്കുടി കോര, ഒന്ന് നമ്പ്യാത്ത പാപ്പു. കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാക്കന്മാരെ പറയാം. വാരം കൊടുക്കണ്ട, ആ കാര്യം നിങ്ങൾ അവിടെ കയറ്റരുത്, കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ലാസ്റ്റ് വാരം കൊടുക്കാതെ കോടതിയിൽ പോയി. കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരുന്നല്ലാതെ ഈ ഗുണ്ടകൾ അവർ കുറച്ച് ആൾപ്പെരിപ്പുണ്ട്. ഒരു 25 വോട്ടെങ്കിലും അവിടെ ഉണ്ട്. ആ വോട്ടിന് വേണ്ടി ഈ 16 ഏക്കർ കൊള്ളയടിച്ച് കൊടുത്തു. ഇവർ എന്നിട്ട് പാവങ്ങൾക്ക് സ്ഥലം പിടിച്ചു കൊടുക്കണം. ആൾക്കാരെ കൊന്നു കൊടുക്കണമാണോ ശരി? ഇവരെവിടെ പിടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിലൊന്നുമില്ല. മിച്ചഭൂമി എന്ന് പറഞ്ഞാൽ പിടിച്ചു കുറച്ചെടുത്ത് കൊടുക്കണം. ആർക്കാ പാടില്ലാത്ത? ഇപ്പോൾ അവരെ ഞാൻ കൊന്നു. അവിടെ കുറേ ആൾക്കാരെ കയറ്റി. അതാണോ പിടിച്ചു കൊടുക്കുന്നത്? അവർ മിച്ചഭൂമി അവർ കൊടുക്കലല്ല, ഒരു കുടുംബത്തെ ഇല്ലായ്മയാക്കിയാണ് കൊടുക്കണേ. അങ്ങനെ ഇല്ലായ്മയാക്കി കൊടുക്കാൻ ദൈവം സമ്മതിക്കുന്ന കാര്യം ഇവർക്കടെ അവസാനം അടുത്തു. ഇവരെ അന്ത്യം അടുത്ത് പിണറായിയെ കറന്നു പോകും. നിങ്ങൾ നോക്കിയോ, അതിന് രക്ഷയൊന്നുമില്ല അവിടെ. ഇത്തവണ ഈ ഇലക്ഷന് പ്രചരണത്തിന് വല്ലതും പോകുന്നുണ്ടോ? ആളുടെ വീട്ടിൽ കൂടെ പോകുന്നുണ്ടോ? 7-ാം തീയതി പോകുന്നുണ്ട്. ആളുടെ കൂടെയാണ്? BJP എവിടെ? എറണാകുളം പോകുന്നുണ്ട്. 7-ാം തീയതി ഇവിടെ നിന്ന് 7 മണിക്ക് പോകും. പിന്നെ അവിടെ തീരുന്നപ്പോഴാണ് എനിക്കറിയില്ല. എറണാകുളം അവരൊന്നും പോകും. കോൺഗ്രസ്സുകാരുടെ കൂടെ പോകുന്നുണ്ടോ? അത് പോകാതിരിക്കും. അവരല്ലേ വീട് കൊണ്ടേനെ എന്നോർത്ത് കൊള്ളയ്ക്ക് കൂട്ടി നിൽക്കുകയല്ലേ. അതാര് ചെയ്താലും കൊള്ളയ്ക്ക് കൂട്ടില്ല. കോൺഗ്രസ്സുകാരും കൊന്നിട്ടില്ല ഇതുവരെയും പറഞ്ഞോ. കോൺഗ്രസിൻ്റെ അവർ എന്ന് പറഞ്ഞോ, അവരാ വീട് പണിയനെ. എങ്കിൽ തന്നെ BJP തന്നെ ഒന്നും ചെയ്തില്ല. ഇവിടെ ആരെയും കൊന്നിട്ടില്ല. ആ കമ്പനി ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആ കമ്പനി തീർക്കാൻ പോയിട്ടില്ല. ആരുടെയും മിച്ചഭൂമി പിടിച്ചു പറിച്ചിട്ടില്ല. നമുക്ക് കണ്ടതാ പറയാൻ പറ്റുള്ളൂ. പിന്നെ മണിപ്പൂർ പറയുന്നുണ്ട്. അത് മണിപ്പൂർ പറയണ കേരളം നേരാക്കിയിട്ട് അങ്ങോട്ട് പോകുമല്ലോ അല്ലേ. ഇവിടെ കൊന്നൊതുക്കി ഈ കുട്ടിച്ചോറാക്കി വെച്ച് കോൺഗ്രസ്സുകാരോട് പറയും അവിടെ മണിപ്പൂർ ഉണ്ടാക്കണമെന്ന്. BJP അവിടെ ഉണ്ടാക്കിയില്ല എന്ന് നശിപ്പിച്ചെന്ന്. ഇവിടെ കുട്ടിച്ചോറാക്കി വെച്ച് ഇവൻ എന്നാ പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ. ഈ ചെറിയ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ ഈ പിണറായിക്ക് സാധിക്കാത്തവനാണോ? ഈ മണിപ്പൂർ പറഞ്ഞ അവന് നാണം കെട്ടവനല്ലേ. ഞാൻ ചെന്ന് അവനോ വളർക്കണ പട്ടീനെ കണ്ടോട്ടത്തോടെ വിട്ടിട്ട് വേറെ പട്ടീനെ കൊണ്ടുവന്ന് നാട്ടുകാരുടെ പട്ടിക്ക് ചോറ് കൊടുക്കണോ? പറ. സ്വന്തം പട്ടിക്ക് ഇച്ച ചോറ് കൊടുത്തേച്ചോണ്ട് അപ്പുറം കിടക്കായി. അതാ ഞാൻ പറയുന്നത്. മണിപ്പൂർ നന്നാക്കാൻ പിണറായിക്കൊന്നും അതിൻ്റെ അന്തസ്സില്ല. ഉണ്ടോ അവിടെ എന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിക്കട്ടെ, ഇനി ഒന്ന് പറയാം. ഇവിടെ പെണ്ണുങ്ങൾ പത്തലുമായിട്ട് നിൽപ്പില്ല, ആൺപിള്ളേർ തൂക്കുമായിട്ട് നിൽപ്പില്ല. മണിപ്പൂർ ഇതെല്ലാം നിൽക്കണത്. കേരളത്തിൽ ഇതൊന്നും നിൽപ്പില്ല, ആരും നിൽപ്പില്ല. വയസ്സായവരും ഇല്ല, ചെറുപ്പക്കാരും ഇല്ല, നിങ്ങളെപ്പോലെ ഉള്ളവരാരും ഇല്ല. ഇവിടെ ഈ കൊള്ളയടിക്കണേ കുഞ്ഞുങ്ങൾ 6 വയസ്സായ കൊച്ചങ്ങൾ എന്ത് ചെയ്തിട്ടാ ഈ കൊല്ലം പീഡിപ്പിക്കണേ? ഇവിടെ മുഖ്യമന്ത്രി നല്ലതാണ്. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ഉണ്ടായി അവനെ പിടിക്കണ്ടേ? ഇപ്പം ചന്ദ്രശേഖരൻ്റെ കണ്ടോ, അത്രയും കടുങ്കൈ ചെയ്യാൻ കൊള്ളാവോ? അതുകൊണ്ടായി കൊല്ലിച്ചതെന്ന് നമുക്കറിയാം. അയാൾ ചോദിച്ചാൽ അയാൾ മന്ത്രിയാവും. അപ്പോൾ ഇവന് മന്ത്രിയാകാൻ പറ്റിയല്ല, അതുകൊണ്ട് കൊല്ലിച്ചതാണ്. അപ്പോൾ ഇവന് മന്ത്രിയായാൽ മതി. ഈ കസേര പിന്നെ കേരള കോൺഗ്രസിൻ്റെ മാണിയുടെ മകനുണ്ട്. മാണിയുടെ ആ മകൻ 2ഉം കെട്ടവനല്ലെങ്കിൽ ഈ പിണറായിട്ട് കൂടെ കൂടുമോ? അവനെ കണ്ടാൽ കുളിക്കണം, തേച്ച് കുളിക്കണം. 2ഉം കെട്ടാൻ
അവൻ്റെ അപ്പനെ അത്രയും കഷ്ടപ്പാട് ചെയ്ത അവൻ്റെ തന്തിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ പെണ്ണായിട്ട് പുറകെ പോകുമോ ഞാനൊക്കെയാണ് പോവില്ല. കല്ല് അവിടെ എറിയല്ലാതെ ഞാൻ പോവില്ല. അവൻ്റെ അപ്പനെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് നിങ്ങളൊക്കെ കണ്ടതല്ലേ. അപ്പോൾ ഇവനൊക്കെ പറഞ്ഞു കിട്ടിയാൽ മതി അല്ലേ, നേതാവായാൽ മതി. അപ്പൻ എന്ത് കാട്ടിയാലും വേണ്ടിയില്ല അമ്മേനെ അപ്പനെ അല്ലേ. അതല്ലേ ഇപ്പോൾ പോകുന്നത്. മണിയുടെ അവൻ എന്നാ കാട്ടിക്കൊണ്ടേ രണ്ടും കെട്ടാൻ പെണ്ടായിയൊക്കെ ഇനിയും വൃത്തികെട്ടവനല്ലേ അല്ലേ. ഈ ജോസഫിൻ്റെ കുറ്റവും പറഞ്ഞു പോകുന്നത്. ജോസഫ് ഈത്തിയായിക്കോട്ടെ, എന്നാൽ വേറെ പാർട്ടി ഉണ്ടാക്കാൻ പാടില്ലേ, ഈ പിണറായിയുടെ പുറകെ പോകണം. അപ്പോൾ ഞാൻ BJPയുടെ കൂടെ പോയെന്നാണ്. ഇവനെപ്പോലെ രണ്ടും കെട്ടവരുടെ പുറകെ ഞാൻ പോയില്ലല്ലോ. പോയോ? BJP ആരാ അപ്പനും അമ്മേനെയും കൊന്നേച്ച് ഇവിടെ ഭരിച്ച ആരാ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഭരിച്ചിട്ടുണ്ടോ BJP? ആരും അപ്പനെ കൊന്നോ അമ്മേനെ കൊന്നോ? ഒന്നുമില്ലല്ലോ. BJP ഡീസൻ്റ് ഉള്ളവരാ. കോൺഗ്രസ്സും അതെ, ആരും എൻ്റെ ചെറുപ്പം തുടങ്ങി കാരണവന്മാരായിട്ട് കോൺഗ്രസ്സുകാരാണ്. ഞങ്ങളാരെയും ഉപദ്രവിച്ചിട്ടില്ല. അതുപോലെ BJP ഇപ്പോൾ വന്നിട്ട് ഇത്രയായി. എനിക്ക് ഗുണമല്ല ദോഷം. എനിക്കൊന്നല്ല, അവിടെ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട് ഗുണം. അടിമാലിലുണ്ട്, എല്ലാ അബദ്ധത്തിനും അവർ ഓടി വന്നിട്ടുണ്ട്. തൃശ്ശൂർ പോവോ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട്? വിളിച്ചാൽ പോവും. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചു സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് മക്കളുടെ കല്യാണത്തിന് പോവുകയല്ലാന്ന് പോകും. ഞാൻ ചോദിക്കണേ ഇവരോട് പറഞ്ഞേച്ച് പോയില്ലെങ്കിൽ തന്നെ എനിക്ക് ഇവരുടെ അനുവാദം വേണോ? ഞാൻ പോകണോടെ എല്ലാം ഇവരോട് ചെന്ന് പറഞ്ഞേച്ച് പോകണം. അതും പോരാത്തതിന് ഈ ഗുണ്ടകളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അവരാ കള്ളക്കടത്തി എന്നോട് പറഞ്ഞ് എന്നോട് വെച്ചിട്ടുണ്ടോ? പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാ അവരും പറയണം. നിങ്ങളിലേക്ക് ഞാൻ പറയണേ സുരേഷ് ഗോപി എന്നെ കല്യാണം വിളിച്ചു, എന്നെയല്ലേ വിളിച്ചോളാം. നാട്ടിലെല്ലാം പറഞ്ഞേച്ച് വരാൻ പറഞ്ഞില്ല. വണ്ടി ഞാൻ പോകണില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി. എനിക്ക് ഇവരുടെ അനുവാദം വേണ്ട, അതെ ഞാൻ പറയും, പോകണില്ല എന്ന് പറഞ്ഞു. ഈ PC ജോർജ് BJPയിലേക്ക് വന്നു, അറിഞ്ഞായിരുന്നോ? അയാളെ കുറ്റം പറയാൻ പറ്റിയല്ല. അയാളുള്ളത് വിളിച്ച് പറയുന്ന ഒരാളാണ്. ഏത് കോൺഗ്രസ് ചെയ്യുന്നപ്പോഴും അത് എവിടെ നിന്നാലും ഉള്ളത് വിളിച്ച് പറയും. ആ വിളിച്ച് പറയുമ്പോൾ തെറ്റി എന്നൊരു പാർട്ടി നോക്കിയാല അത് സത്യത്തിൽ തന്നെയാണ്. അത് ഞാൻ കൂട്ടാം. PC ജോർജിന് കുറ്റം പറയുന്ന ആളല്ല, കണ്ടത് പറയും. അത് എൻ്റെ സ്വഭാവം അത് തന്നെയാണ്, കണ്ടത് പറയണം. ആ പാർട്ടി നോക്കിയതാണ്. അത് വൃത്തിയോട് കാണിക്കുന്നത് എന്തിനാന്നേ? നമ്മളെല്ലാവരും ഈ ഭൂമിയുടെ ആൾക്കാരാണ്. നമ്മൾ കേരളത്തിൽ ജനിച്ചവരാ അല്ലേ. നമുക്കെല്ലാം തുല്യ അവകാശമല്ലേ. പിന്നെ ഒരാളെ ക്രൂശിക്കുന്നത് എന്തിനാ? ഉള്ളത് വിളിച്ച് പറയാം, ഉള്ളത് ചെയ്യാം. PC ജോർജും അങ്ങനെ തന്നെയാണ്, ഉള്ളത് പറയും. ഈ രമയല്ല ഇവള് എഴുത്തുണ്ടാക്കാൻ ചെന്നില്ലേ, PC ജോർജ് കൂട്ടുന്നില്ല, മറിയിക്കുകയല്ലേ ഇത്. അങ്ങനത്തെ വൃത്തിയോടൊന്നും PC ജോർജ് ഇരിക്കുകയല്ല. എനിക്കത് അയാളോട് വലിയ കാര്യം. അത് ഏത് പാർട്ടിയാണ്? ഞാൻ പറഞ്ഞ അയാൾ കോൺഗ്രസ്സിലേക്ക് വരട്ടെ എന്ന് എത്ര പ്രാവശ്യം ചോദിച്ചാൽ അവർ അയാൾക്ക് അധികാരം കൊടുക്കാനിട്ടല്ലേ പോയത്. എനിക്കൊരു പാർട്ടി വേണ്ടേ. അപ്പോൾ PC ജോർജ് പോയതിന് എന്നാ തെറ്റ്? ഞാൻ തെറ്റ് പറയാല. ഇവർ സീറ്റ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു സീറ്റും കൊടുക്കണം പറഞ്ഞു, അതങ്ങ് കൊടുത്താൽ പോരെ. ഇപ്പം മറിയക്കുട്ടി അമ്മ ഇവിടെ മത്സരിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ നിൽക്കുമോ? ഒന്നും അതിനുള്ള ആരോഗ്യം ഇല്ലല്ലോ. ആ ചെറുപ്പക്കാരൻ പിള്ളേരുടെ പുറകെ നിൽക്കണമല്ല നല്ലത്. ഇപ്പം നിങ്ങളെപ്പോലെ ഉള്ളവർ നിൽക്കുകയാണെങ്കിൽ അവരുടെ പുറകെ അവരെ സ്വാധീനിക്കും, അവർക്ക് സപ്പോർട്ട് ചെയ്യും, സംസാരിക്കാൻ സപ്പോർട്ട് ചെയ്യും. അതൊക്കെയാണ് എൻ്റെ ജോലി. അതല്ല നല്ലത്. പ്രായം നോക്കണ്ടേ വേണ്ടേ? ഇപ്പം ഈ വാർത്തയിലൊക്കെ വന്ന് വലിയ താരമായി. ഇപ്പം ആളുകൾ ഇവിടെ വന്ന് അവരുടെ പ്രശ്നങ്ങൾ അമ്മയുടെ ഒക്കെ പറയുന്നുണ്ടോ? അയ്യോ, ഒത്തിരി പേര് വന്നു. അത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് പറഞ്ഞു വിട്ടെ. കുറേ പെണ്ണുങ്ങൾ വന്നു സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ളതൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ സുരേഷ് ഗോപി എനിക്കൊരു മാസം 1600 രൂപ വരുന്നുണ്ട്. വേറെ ഒരു നടൻ തന്നെ 1600. പിന്നെ മാണിക്കാപ്പൻ അത് നമുക്ക് വാരി കൊടുക്കാനുണ്ടോ? പറ, ഉണ്ടോ? അപ്പോൾ എൻ്റെ ചിലവ് കിടക്കണ്ടേ? നമുക്കൊന്നും സുഖമില്ലാത്ത പിള്ളേരില്ല ഇവിടെ. ഒരു വാൽവിന് കുഴപ്പമുള്ള ഒരു പെണ്ണുണ്ട്, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് അത് പിരിവും മേടിച്ച മന്ത്രിമാർക്ക് അപേക്ഷയും കൊടുത്തിരിക്കുക. അപ്പം നമ്മുടെ അതേഗതി കിടക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണോ? എല്ലാവരുടെയും വിചാരം ഒരുപാട് കാശ് കിട്ടിയെന്നോ? അയ്യോ, അത് CPM-കാർ പരസ്യക്കണം. BJP-കാർ കൊട്ടക്കണക്കിന് വന്നിട്ടുണ്ട്. അതെന്നാ എനിക്ക് അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് വന്നതല്ലേ, ഞാൻ മേടിച്ചു. എനിക്ക് കോടികളും മേടിച്ചു. CPM-കാരോട് പറയണം. എന്നോട് പറഞ്ഞു 2-3 നില മാളിക പണിയാൻ സൗകര്യം നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് BJP-കാർ. അപ്പോൾ അടിമേലും സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക നില പണിയാൻ. ആ കാരണം ഇവരെ കാണിച്ചു കൊടുക്കാനാ. ആ BJP-കാർ വന്നത് തന്നെ ഇവൻ്റെ അനുവാദം വേണമെന്നാണ് ഞാൻ ചോദിക്കണേ. ഈ പെണ്ണായിട്ട് അനുവാദം വേണം. ഈ കൊണ്ടകട്ടെ ആ റവണറുകാരെ ആ കൊടി കാണിക്കണം. അവരെ കഷ്ടകാല കാര്യം തെറ്റല്ലേ? ഇത്ര നല്ല മനുഷ്യനാ. എൻ്റെ സഹായം എല്ലാം ചെയ്യും. അതുപോലെ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞും കൊടുക്കും. അത്ര വന്നപ്പോൾ എന്ത് പറഞ്ഞു? അല്ലേ സന്തോഷമായിരുന്നു. ഇവിടെ വരാൻ വന്നപ്പോഴല്ലേ അവർ സമരം വെച്ചത് വരാതിരിക്കായി. അത് വരായിരുന്നതാ. ഞാൻ ആ സുരേഷ് ഗോപിയുടെ മക്കളുടെ കല്യാണത്തിന് വന്നപ്പോൾ കണ്ടു. സംസാരിച്ചതാണ്. നല്ല മനുഷ്യനാണ്. നല്ല ഞാൻ അടുത്തുണ്ടായിരുന്നു. ഞാനും കൂടെ പോയേനെന്ന് തോന്നുന്നു. അടുത്ത്
ഇപ്പോഴത്തെ രാഷ്ട്രീയം നോക്കൂലേ അങ്ങാരുടെ പറയെ കൊടി കൊണ്ട് നടക്കണേ ഇവരുടെ കഷ്ടകാലാന്നേ പറഞ്ഞോളൂ. ഇപ്പം പിണറായി വിജയന്റെ മോൾക്കെതിരെയൊക്കെ ഇപ്പോൾ വലിയ ആരോപണങ്ങൾ വന്നു, അത് അറിഞ്ഞായിരുന്നു? ചുമ്മാതെ ഒന്നല്ല ഉള്ള കാര്യമല്ലേ. ഇവർ ആദ്യം ഈത്തപ്പഴം ആദിവാസിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അത് ആദിവാസിക്ക് കുറച്ച് കൊടുത്തു. ലാസ്റ്റ് അത് പറയണ്ടെന്നായിപ്പോയി. ബാലൻ അതെൻ്റെ ആൾ ബാലൻ ദൂത് കൊടുത്ത് പറയണ്ടായിരുന്നു, അത് കളിപ്പായിപ്പോയി. ഇപ്പോൾ ഈത്തപ്പഴം ആദിവാസിക്ക് കൊടുത്ത് ഒതുക്കി. ആദ്യം ഈത്തപ്പഴം കൊണ്ട് കൊടുത്തത് ശരിയാണ്, കറുത്തപ്പഴം. ചുവന്ന പഴം ഇവരെല്ലാവരും പങ്കുവെച്ചെടുത്തു. ഇവർ പങ്കുവെച്ചെടുത്തു. അത് ബാലനാണ് അവിടെ നിയന്ത്രിച്ചത്, പുറത്ത് പറയുന്നത്. ബാലൻ ആരാ മോനെന്ന് അറിയാം. ആ കരിമണലിന്റെ ഒരു വിഷയമാണ് ഇപ്പം നടക്കുന്നത്, അത് അറിഞ്ഞായിരുന്നോ? അത് അറിഞ്ഞ അവൾ കോടികളും മേടിച്ചേക്കണമല്ല, അവരുടെ തൊഴിൽ അതല്ലേ. അവിടെ അപ്പൻ ഇതിന് ചൂട്ട് പിടിച്ച് അവളെ ഏത് രീതിയിലും ഉപദേശം കൊടുത്ത് ട്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പന് കുണ്ടകളില്ലേ, ഈ കണ്ണൂരല്ലേ കുണ്ടകളിരിക്കണം. അവർ വന്ന് അതെല്ലാം സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമല്ലേ. അതൊക്കെ ഒതുക്കി വയ്ക്കാൻ അവർക്ക് നല്ല സൗകര്യമുണ്ട്. ആ ഒരു പാതാളം ഉണ്ടാക്കിയിട്ടുണ്ട്, തുരങ്കം ആയി കൊണ്ട് വയ്ക്കുക. തുരങ്കത്തിൽ പോയി നോക്കാൻ പറ്റുമോ? പറഞ്ഞാൽ അവരുടെ കയ്യിലല്ലേ. പിന്നെ സെക്യൂരിറ്റീനെ വെച്ചിട്ടുണ്ട്, സെക്യൂരിറ്റി പോലീസ് വേണ്ടേ. അപ്പോൾ അവിടെ ആരെങ്കിലും ചെല്ലുമോ? അപ്പോൾ അവിടെ പാതാളം ഉണ്ടാക്കി. ഇനിയിപ്പോൾ തൊഴുത്തുണ്ടാക്കി അതിൻ്റെ അടിയിലാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അതൊക്കെ ചെയ്യും പിണറായി, കള്ളൻ, വെറും കള്ളൻ. ചോട്ട നേതാവ് കളിച്ച് നടന്നതിൻ്റെ ഈ അടിമേലൊക്കെ വന്നിട്ടുള്ളതാ, ഞാൻ കണ്ടിട്ടുള്ളതാ. അന്ന് മന്ത്രിയല്ല കുന്തിരിയല്ല, പട്ടിണിയായിട്ട് ഈ തവും തൂക്കിക്കൊണ്ട് നടന്നവനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായത്. എനിക്കൊരു മന്ത്രിയല്ല കുഴപ്പമല്ല, ഞാൻ അന്നത്തെ പോലെ എന്നെ കണക്കാക്കണം. നല്ലവരെ നമ്മൾ സ്നേഹിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പം നമ്മൾ അടുത്തുള്ളവരല്ല, ജനക്ക് നല്ല ചെയ്തേ. കൊല്ലും കൊല്ലം കളഞ്ഞ് എല്ലാവരും ഒന്നുപോലെ ഒന്ന് കണ്ടേ. നമ്മൾ പണ്ട് മാവേലി ഉള്ളപ്പോൾ പാടുമായിരുന്നല്ലോ, അറിയാവോ? ആവോളം മോടികൾ കൂട്ടിടണം അല്ലേ. അങ്ങനെ എല്ലാ സുഖവും ദുഃഖവും ഒന്നുപോലെയായിരുന്നു. അപ്പോൾ ഇവൻ മാവേലിയാണോ? ഈ പിണറായി മാവേലിയാണോ? അതാ ഞാൻ ചോദിക്കണേ. എള്ളോളമില്ല പൊളിവാചനം, അതെ അതെ അതെ. ഇവൻ ഒരു കാട്ടാളനാ, വെറും കാട്ടാളൻ. നാണയില്ല ഇവൻ എന്ത് പറഞ്ഞാലും. ഇവൻ ആമയുടെ ഓട്ടിയാ ഈ പിണറായിക്ക്. ഈ ബാലനെയാണ് ചൂട്ട് കൊടുത്തേക്കണേ. ബാലൻ എന്ന് പറഞ്ഞാൽ അവന് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുക. ബാലൻ അതിൻ്റെ ഇടയ്ക്കോടെ സപ്പോർട്ട് ചെയ്യും. അത് സതീശൻ അങ്ങനെ ചെയ്തു, ജമ്മിത്തല ചെയ്തു. അവന് പണ്ടത്തെ കാലത്ത് അവർ അലക്കല്ലായിരുന്നു അല്ല. അപ്പോൾ ആ പാരമ്പര്യം അതിനുണ്ടല്ലോ. ആയുധം അവരുടെ കയ്യിൽ എപ്പോഴും ഇരിക്കും തേങ്ങയിടുമ്പോൾ. അപ്പോൾ ആ ചുണ്ടിത്തരം അവൻ്റെ കയ്യിലുണ്ടാവും, ഉണ്ടാവുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞ അവൻ്റെ പാരമ്പര്യം പറയണമെന്നാണ്. ഇപ്പം അതൊക്കെ എല്ലാം പോട്ടെ. ഇപ്പം ഇവിടെ ആരൊക്കെയാണ് താമസം? ഞാൻ മാത്രം. ഇവിടെ കിടക്കാൻ സ്ഥലമില്ല അവിടെ. അവർ പോവും അടിമാലിൽ വാടകയ്ക്ക. പിന്നെ പണി തീർന്നാൽ എല്ലാവരും വരും. പുതിയ വീട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒറ്റയ്ക്കായിരിക്കും അതോ ആരെങ്കിലും വരുമോ? മോള് എല്ലാവരും. ലോട്ടറി വിൽക്കുന്ന മോള് അല്ലേ? പേരെന്തായിരുന്നു? പ്രിൻസി. കൂടെ ഉണ്ടാവും. അവരുണ്ടാവും, അവർ വരും തരവണി കഴിഞ്ഞാൽ. എന്നത്തേക്ക് അടുത്ത മാസം കാണുമോ പാലുകാച്ചൽ? എന്നാണ് പറയണേ. എല്ലാം ഉണ്ടാവും, എല്ലാ നേതാക്കന്മാരും വരും. BJP വിളിക്കും. പിന്നെ ഇവരെ വളർന്നുകൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാവുമോ എന്ന് എനിക്കത്. നമ്മൾ വിളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. വിളിക്കും വരണോ വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. അതെ, ഇവിടെയുള്ളവർ വരും. കുമ്മനമൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുമെന്ന് പറഞ്ഞു, വരാൻ പറ്റിയിട്ടില്ല. ഞാൻ തൃശ്ശൂർ ചെന്നപ്പോൾ വരുമെന്ന് പറഞ്ഞു. അവർക്ക് അഹങ്കാരമൊന്നും ഇല്ല, BJPക്കാർക്ക് ഒരഹങ്കാരവും ഇല്ല. ഏത് കുപ്പ വീട്ടിലവർ വരും. അല്ല സുരേഷ് ഗോപി എൻ്റെ വീട്ടിൽ വരുമോ? അഹങ്കാരം ഉണ്ടെങ്കിൽ വരുമോ? അങ്ങാരി ജയിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ഏത് നേരം അത് ഏത് പാർട്ടി കേട്ടാലും ഞാൻ പറയും സുരേഷ് ഗോപി. അപ്പോൾ അമ്മ എന്തായാലും ഈ പാർട്ടി, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പാർട്ടിക്കും വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ പോകും അല്ലേ? രണ്ട് പാർട്ടി. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ആവണമെന്ന് തന്നെയാണ്. കാരണം കോൺഗ്രസ് തന്നെയാണ് അവർ ഇല്ലായ്മയാക്കും, ജനത്തിനെ ചൂട്ട് തിന്നും. അവർ ഈ BJP കൂടെ ഉള്ളതുകൊണ്ടാണ് കുറേ ജനം കഴിഞ്ഞു പോണത്. കോൺഗ്രസ് തന്നെയാകുമ്പോൾ അവർ തല്ലുകൊള്ളാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇച്ചിരി ജീവനെ പേടിക്കാൻ ഇച്ചിരി ഇടയ്ക്ക് ഇവരുള്ളതല്ല, അതെനിക്ക് ബോധ്യമുണ്ട്. BJPക്കാർ തന്നെയാണെങ്കിൽ ഉണ്ടല്ലോ പണ്ടായി ഈ രാജ്യത്തോ എല്ലാത്തിനും ഒതുക്കിയാൽ അതിൻ്റെ പാർട്ടി അല്ലാത്തവരെ കൊന്നുകളയും തെളിവില്ലാതെ. അപ്പം BJP ഇടയ്ക്കുള്ളത് കൊണ്ട് കുറച്ചൊക്കെ വിട്ടുവീഴ്ചയുണ്ട്. അത് അങ്ങനെ സ്വീകരിക്കുന്ന ആളെ കുഞ്ഞുങ്ങളെ എന്നല്ല ഒരു മനുഷ്യനും കൊല്ലാം. നമ്മളൊരു ലക്ഷം കോടികൾ കൊടുത്ത് നമുക്ക് ഒരാളെ കിട്ടുമോ? പറ. ഇവിടെ ഒരു കൊച്ചു മരിച്ചു പോയി, അല്ല ആരെങ്കിലും സുരേഷ് ഗോപിയുടെ ഒരു കൊച്ചു മരിച്ചു പോയി, ഇന്ന് അങ്ങാർക്ക് സങ്കടം. അങ്ങാർക്ക് കോടികളില്ലാഞ്ഞിട്ടാണോ? കോടികൾ കൊടുത്ത ആളെ കിട്ടുമോ? കോടിയല്ല, നമ്മുടെ ആളാ വില. നമുക്ക് എൻ്റെ കൊച്ചിനെ ഇപ്പോൾ കൊല്ലുക, എനിക്ക് എത്ര കോടി വന്നാലും എൻ്റെ കൊച്ചിനെ എനിക്ക് ആവശ്യം അല്ലേ? എന്തായാലും അമ്മ മറിയക്കുട്ടി അമ്മ പറയുന്നത്
BJPക്കും കോൺഗ്രസിനും വേണ്ടിയിട്ട് വോട്ട് ചോദിക്കും. അതിൻ്റെ പ്രധാന കാരണം CPMൻ്റെ ഈ ഒരു ഭരണത്തോടുള്ള ആ ഒരു വിദ്വേഷം തന്നെയാണ്. അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ജനം മടുത്തു എന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധമായ സപ്പോർട്ടും BJPക്കും കോൺഗ്രസിനും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.